ഓക്കെ. സുഹം സ്കൂൾ ഓഫ് വെർച്യൂസിൻ്റെ 4th സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സമയം ഇന്നൊരു വെനസ്ഡേ ആണ്, വീക്ക് ഡേ ആണ്. എന്നിട്ടും നിങ്ങളുടെ പ്രഷ്യസ് ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ സ്കൂൾ ഓഫ് വെർച്യൂസിലുള്ള ട്രസ്റ്റും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുള്ള ആ കമ്മിറ്റ്മെൻറ്റുമാണ് ഇത് കാണിക്കണേ. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഈ സെഷനിലോട്ട് വെൽക്കം ചെയ്യുന്നു. എല്ലാ ക്ലാസ്സസും നമ്മളുടെ ഈ പറഞ്ഞ പോലെ സിമ്പിൾ പ്രാക്ടിക്കൽ സൊല്യൂഷൻസാണ് നമ്മൾ എപ്പോഴും ഓഫർ ചെയ്യണേ. അത് സിമ്പിൾ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ആണ് എങ്കിലും പവർഫുൾ റിസൾട്ട്സ് തന്നെ എല്ലാ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മാസ്റ്റർ ചൗക്കോക്സിയുടെ ലോ ഓഫ് മാസ്റ്റർ ചൗക്കോക്സിയുടെ വെർച്യൂസിനെ ബേസ് ചെയ്തുള്ള നല്ലൊരു ലൈഫ് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് മെയിനായിട്ട് നമ്മളിതിൽ ഫോക്കസ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ലോ ഓഫ് കർമ്മിനെ പറ്റി പറഞ്ഞു. പിന്നത്തെ സെഷനിൽ നമ്മൾ അപ്രിസിയേഷൻ വഴി നമുക്ക് നമ്മളുടെ പൊട്ടൻഷ്യൽസ്, നമ്മളുടെ ഇഷ്ടമുള്ള ആൾക്കാരുടെയൊക്കെ പൊട്ടൻഷ്യൽസ് എങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരാമെന്നും നല്ലൊരു ലൈഫ് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് വീക്ക് സജീവിൻ്റെ സെഷൻസിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ട്രെഷർ എന്ന് പറയുന്നത് നമ്മളുടെ ജനറോസിറ്റിയാണ്. നമ്മൾ തന്നെ ചേഞ്ച് ആവണം, ബാക്കി നമ്മുടെ പിള്ളേരൊക്കെ മാറാൻ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ലെവല് ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ കൂടെ ഉള്ളത് ഹരിനന്ദനയാണ്. ഹരിനന്ദന ഒരു ടീനേജർ സയൻസ് സ്റ്റുഡൻ്റ് ആണ്. പിന്നെ ബിജു സാറിൻ്റെ മകളാണ്. അതുകൊണ്ട് തന്നെ അൺഡൗട്ടഡ്ലി ഷീസ് ലേൺ ഫ്രം ദ ബെസ്റ്റ്. പിന്നെ പ്രാണിക് ഹീലറാണ്. പിന്നെ വിങ്സ് ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം ഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ലൈഫ് എങ്ങനെ പിള്ളേരിൽ മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ലൈഫ് എന്നുള്ളതിനെ പറ്റിയുള്ള കുറേ ക്ലാസ്സസ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിൻ്റെ മെയിൻ ഫെസിലിറ്റേറ്റർ ഹരിനന്ദനായിരുന്നു. നമ്മളെ സ്നേഹത്തോടെ പാറു എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം പാറുവിനെ ഈ സെഷനിലോട്ട് വെൽക്കം ചെയ്യാൻ. എല്ലാവരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് ഒരു ക്ലാപ്പിംഗ് സ്മൈലി ഇട്ടാൽ നമുക്ക് പാറുവിനെ ഈ സെഷനിലോട്ട് വെൽക്കം ചെയ്യാം. Okay, thank you. Thank you for the words. Paru, welcome to the session. On behalf of all of us here, I welcome our most energetic, bubbly and youngest facilitator of School of Virtues, Harinandana. Thank you. Thank you for all the love in the chat box. Thank you so much. Ellarkum thank you. Paru, you can take okay, namaste. Thank you. ഓക്കെ, അപ്പൊ ഹേസൽ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്താ പറയാ, ഞാനിങ്ങനെ ഒരു ഭയങ്കര സ്ലൈഡൊക്കെ വെച്ച് ഭയങ്കര ഇങ്ങനെ സെഷൻസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ആൻഡ് ഫസ്റ്റ് തന്നെ ഞാൻ മുൻകൂട്ടി ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഞാൻ നല്ല കറക്റ്റ് പക്കാ കോഴിക്കോടാണ്. ആൻഡ് എൻ്റെ സ്ലാങ് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ സോറി പറയാണ്. അതൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എപ്പോഴേലും എന്തൊക്കെ വേർഡ്സ് എന്തൊക്കെ കയറി വരാന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, സുഹാത്മ നമസ്തേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്ക്രീന് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയാ, ബ്രോഷറിലൊക്കെ അടിച്ചാൽ ടോപ്പിക് എന്ന് പറയുന്നത് സോയിങ് സീഡ്സ് ഫോർ എ ബ്രൈറ്റർ ഫ്യൂച്ചർ എന്നാണ്. സോയിങ് സീഡ്സ് ഫോർ എ ബ്രൈറ്റർ ഫ്യൂച്ചർ. അപ്പോൾ ബ്രൈറ്റർ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു ശോഭനമായ ഭാവിക്ക് നമുക്ക് എങ്ങനെ വിത്തുകൾ വിതയ്ക്കാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ എങ്ങനെയാണ് വിത്തുകൾ വിതയ്ക്കേണ്ടത്? നമുക്ക് നല്ലൊരു ബ്രൈറ്റർ ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വിത്തുകൾ വിതയ്ക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാലേ ഈ ബ്രൈറ്റർ ഫ്യൂച്ചർ അല്ലെങ്കിൽ ശോഭനമായ ഭാവി വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബ്രൈറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ലൈറ്റ് അല്ലെങ്കിൽ ഭയങ്കര പ്രകാശം
ആ ഒരു ടേമുമായിട്ടാണ് നമ്മളെപ്പോഴും ബ്രൈറ്റർ, ബ്രൈറ്റസ്റ്റ്, ബ്രില്യൻ, കുട്ടികളൊക്കെ നമ്മൾ പറയും ഭയങ്കര ബ്രില്യന്റ് ആണ് അങ്ങനെയൊക്കെ പറയും. അതൊക്കെ ലൈറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ടേംസ് ആണ്. ലൈറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ടേംസ് ആണ്. ഒറ്റ സെക്കൻഡ്, ഒരു ടെക്നിക്കൽ എറർ ഉണ്ട്. 1 സെക്കൻഡ്, ഒന്ന് വിളിക്കണം. ഓക്കെ, സോറി. പറഞ്ഞു ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ വിത്ത് ഫുൾ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ ഭയങ്കര പ്രകാശമുള്ള ഒരു ഫ്യൂച്ചർ, നമ്മൾ നല്ല ശോഭനമായ ഭാവി എന്നൊക്കെ പറയുന്ന പോലെ. നമുക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ എന്താ, ലൈറ്റും ഫ്യൂച്ചറും ലൈറ്റും ബ്രൈറ്റ്നസ്സും അതൊക്കെ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നത്? ലൈറ്റ് പ്രൊവൈഡ്സ് ക്ലാരിറ്റി, അതായത് ബ്രൈറ്റർ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ വിത്ത് ക്ലാരിറ്റി. ലൈറ്റ് പ്രൊവൈഡ്സ് ക്ലാരിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പൊ ഒരു റൂമിൽ ഭയങ്കര ഇരുടായിട്ട് കിടക്കുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, നമ്മളോട് അത് ഓരോന്നും എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറയാണ്. നമുക്ക് പറ്റൂല, ലൈറ്റ് ഇല്ലാത്ത ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ, ഇരുണ്ട് കിടക്കുന്ന റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തായാലും എല്ലാ സാധനം ഇപ്പൊ തൊട്ട് നോക്കിയിട്ട് മാത്രം നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേ സ്ഥലത്ത് നമുക്ക് ലൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും, നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ പറ്റും. ഇപ്പൊ ബ്രൈറ്റർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഫ്യൂച്ചറിൽ നമ്മൾ എന്തായിരിക്കും, നമുക്ക് നല്ല ക്ലാരിറ്റി വേണം, നല്ല വ്യക്തത വേണം. ക്ലാരിറ്റി ഉണ്ട്, അതായത് ലൈറ്റ് ആണ് ക്ലാരിറ്റി ഉണ്ടാവുന്നത്. ലൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആണ്, നമുക്ക് പിന്നെ അവിടെ ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ലല്ലോ. ലൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ഉണ്ട്, ക്ലാരിറ്റി ഉള്ള ഒരു ഫ്യൂച്ചർ ആണ് എന്ത്, ബ്രൈറ്റർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഈ ബ്രൈറ്റ്നെസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബ്രൈറ്റ്നെസിന്റെ ഓപ്പോസിറ്റ് എന്താ? ഡൾ, ഡിം, ഡാർക്ക് എന്നൊക്കെ പറഞ്ഞ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താ, ഇപ്പൊ ഒരു ബ്രൈറ്റർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയും പറയാം ഫ്യൂച്ചർ ബ്രൈറ്റ് ആണ്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവരുത്, സഫറിങ്സ് ഇല്ലാത്ത ഒരു ഫ്യൂച്ചർ ആണ് നമുക്ക് ബ്രൈറ്റർ ഫ്യൂച്ചർ എന്നുള്ള ടേം കൊണ്ട് ഉപയോഗിക്കാം. സഫറിങ്സ് ഇല്ലാത്ത ഒരു ഫ്യൂച്ചർ, അപ്പൊ എന്താണ് ഈ സഫറിങ്സ്? നമ്മളെ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് സഫറിങ്സ് നമുക്ക് അനുഭവപ്പെടുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത്. സഫറിങ്സ് എങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നു? ഒന്ന്, രോഗമായിട്ട് അനുഭവപ്പെടാം, മാനസിക പ്രയാസം, അല്ലെങ്കിൽ ദാരിദ്ര്യം. രോഗം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു 3 കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? 3 കാര്യങ്ങളായിട്ടാണ് എപ്പോഴും സഫറിങ്സ് നമുക്ക് അനുഭവപ്പെടുക. ഈ ഒരു 3 കാര്യത്തിലാണ് എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പം ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സഫറിങ്സ് എന്താ, ഡള്ളായിരിക്കും, ഡാർക്ക് ആയിരിക്കും, ഡിം ആയിരിക്കും. സഫറിങ്സ് എവിടുന്നാ വരുന്നത്? ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തുനിന്ന്, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത സ്ഥലത്തുനിന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ റൂമിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് എടുക്കണം, നമ്മളത് ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊട്ടും ക്ലിയർ ആയിരിക്കില്ല, നമുക്ക് തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല. ക്ലാരിറ്റി ഉണ്ടാവാത്ത സമയത്ത് നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതായത് നമ്മൾ സഫറിങ് ആയിരിക്കും, നമുക്ക് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഈ സഫറിങ് എന്ന് പറയുന്നത് എവിടുന്നാ വരുന്നത്? ലൈറ്റ് ഇല്ലാതെ, അല്ലാതെ ക്ലാരിറ്റി ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് സഫറിങ് ഉണ്ടാവുന്നത്. സഫറിങ്ങിന് കാരണം എന്ന് പറയുന്നത് ക്ലാരിറ്റി ഇല്ലായ്മയാണ്. ഇനി ഈ ക്ലാരിറ്റി ഇല്ലായ്മ നമ്മൾ എങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അവ്യക്തത, ജീവിതത്തിൽ ഉണ്ടാവുന്ന സഫറിങ്സ് എങ്ങനെയൊക്കെയാണ്, ക്ലാരിറ്റി ഇല്ലായ്മ എങ്ങനെയൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഒന്ന്, ഫസ്റ്റ് വണ്ണാണ് നമ്മൾ അസുഖം വരുന്നത്. അസുഖം വരുന്നത് എന്ന് പറയുന്നത് ഒരു സഫറിങ് അല്ല. നമുക്ക് എല്ലാവർക്കും അസുഖം വരലും ഉണ്ട്, പോവലും ഉണ്ട്. പക്ഷെ അസുഖം വരുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് എപ്പോഴാണ് തോന്നാന്ന് വെച്ചാല്, ഒരാൾക്ക് ഒരു അസുഖം വന്നു, എന്താണെന്നുണ്ടെങ്കിലും അയാൾക്കത് എന്തുകൊണ്ട്, അതിന്റെ റീസൺ അയാൾക്ക് മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ ആ അസുഖം അയാൾക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അത് എങ്ങനെ ഹീൽ ചെയ്യണ്ടേ, അതിനെന്താ ചെയ്യണ്ടേ, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് അറിയാതിരിക്കുക. ഈ 2 കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സഫറിങ് ആയിട്ട് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെയാണ് മാനസിക പ്രയാസം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഫോർ എക്സാമ്പിൾ ഒരു റിലേഷനിലാണെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കാർ തമ്മിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ എന്തായാലും ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ ആ ഇഷ്യൂസ് ആ രണ്ടാൾക്കാർക്കും അതെപ്പോഴാണ് അവർക്കൊരു ബുദ്ധിമുട്ടാവുക, ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഇഷ്യൂ ബുദ്ധിമുട്ടാവുക എപ്പോഴാന്ന് വെച്ചാല്, അത് എന്തുകൊണ്ടാ ഇഷ്യൂ ഉണ്ടായത്, അല്ലെങ്കിൽ ആ ഇഷ്യൂനെ സോൾവ് ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അവർക്ക് അറിയാതെ ഇരിക്കുന്ന സമയത്താണ് ഒരു റിലേഷനിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ നമുക്കൊരു സഫറിങ് ആയിട്ട് മാറാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് പണം വരും പോവും. പണം എന്തുകൊണ്ടാണ് വരാത്തത്, അല്ലെങ്കിൽ പണം ഞാൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണ്ടേ,
അതായത് നമ്മളെ പാർട്ടിൽ നിന്ന് എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ക്ലിയർ ആവാതിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് സഫറിങ്സിന് കാരണം. ഈ സഫറിങ്സ് മാറ്റി നിർത്തിയാൽ നമ്മുടെ ഫ്യൂച്ചർ എന്താവും? ബ്രൈറ്റ് ആവും. ഇനി ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിന് ഈ സഫറിങ്സ് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെയാണ് നമ്മുടെ ഹീറോ വരുന്നത്. ദാറ്റ് ഈസ് ലോ ഓഫ് കർമ്മ. ലോ ഓഫ് കർമ്മ എന്താ പറയുന്നത്? നമ്മളെ ഫസ്റ്റ് സെഷൻ ലോ ഓഫ് കർമ്മനെ വെച്ചിട്ടായിരുന്നു. ലോ ഓഫ് കർമ്മ എന്താ പറയുന്നത്? ലോ ഓഫ് കർമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ മാൻ റീപ്സ് വാട്ട് ഹി സോസ്. ഒരാള് എന്താണോ വിതയ്ക്കുന്നത് അയാള് അതാണ് കൊയ്യുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞ കേസിൽ നമുക്ക് എന്താ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് സഫറിങ് ആണ്, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ക്ലാരിറ്റി ഇല്ലായ്മ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്തായിരിക്കും? നമ്മൾ ക്ലാരിറ്റി ഇല്ലായ്മ വിതച്ചതായിരിക്കും. നമ്മൾ അവ്യക്തത വിതച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇൻ റിട്ടേൺ അവ്യക്തതയായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ്? നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ വേണം, നല്ല ക്ലിയർ ഉള്ള ക്ലാരിറ്റി ഉള്ള ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വിതയ്ക്കേണ്ടത്? നമ്മൾ വിതയ്ക്കേണ്ടത് വ്യക്തതയാണ്. അവ്യക്തതയുടെ വിത്തുകൾ നമ്മൾ എപ്പോഴോ വിതച്ചതായിരിക്കും നമ്മളിപ്പോ കൊയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ ഇഷ്യൂസ് ഒക്കെ ഈ നമ്മൾ എന്നോ പണ്ടെപ്പോഴോ വിതച്ച അവ്യക്തതയുടെ വിത്തുകൾ പൊട്ടിമുളച്ച് വളർന്നതായിരിക്കാം. അതാണ് ലോ ഓഫ് കർമ്മനെ പറ്റി പറയുന്നത്. ലോ ഓഫ് കർമ്മ മാൻ റീപ്സ് വാട്ട് ഹി സോസ്. നമുക്ക് സഫറിങ്സ് ഇപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴോ നമ്മൾ എപ്പോഴോ വിതച്ചതായിരിക്കാം. എങ്ങനെയാണ് നമ്മൾ സഫറിങ്സ് വിതയ്ക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങള്, ഈ ക്ലാരിറ്റി ഇല്ലായ്മ, അവ്യക്തത നമ്മൾ എങ്ങനെയാ വിതയ്ക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും പറയും, എന്താ പറയാ, മനസ്സാ വാച കർമ്മണ എന്ന് പറയും. നമ്മൾ ആകെ എപ്പോഴും നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ഒരു 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഒന്ന് നമ്മള് സംസാരിക്കുന്നുണ്ട്, അല്ലെ വെർബലി നമ്മൾ ടോക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഒരു പ്രവൃത്തി ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ആകെ ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെയാണ് ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ അവ്യക്തത വിതയ്ക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മള് എന്താ പറയാ, ഒരാളെ പറ്റി ചിന്തിക്കുന്ന ടൈമില് അയാളെ പറ്റി നമുക്കത്ര ഷ്യൂർ അല്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. അയാൾ ഇങ്ങനെ ആയിരിക്കാം. നമ്മൾ കുറെ അസംഷൻസ് മേഡ് ചെയ്യാണ്. അയാൾ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. നമുക്ക് അതിനെപ്പറ്റി ഒരു ബേസ് ഇല്ല. നമുക്ക് അറിയില്ല അത് അയാൾ അങ്ങനെ ആകാം, ആവാതിരിക്കാം. ചിലപ്പോ നമ്മൾ ചിന്തിക്കുന്ന ഒരാൾ നല്ല ഒരാളായിരിക്കും. ആ നല്ല ഒരാളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ മോശമായിട്ട് ചിന്തിക്കുന്നുണ്ടാവുക. നമുക്കറിയില്ല അത് സത്യസന്ധമായിട്ടുള്ള, ലൈക്ക് അയാള് ശരിക്കും അങ്ങനത്തെ നല്ല ആളാണോ മോശം ആളാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് കിട്ടിയ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഒരാളെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ അയാളെ അത് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, അയാളെ വിലയിരുത്തുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ വാക്കുകളിലൂടെ എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതായത് നമ്മൾ കള്ളം പറയുന്നത്. കള്ളം പറയാന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കള്ളം പറയാൻ പാടില്ലാന്ന്. ഈ കള്ളം പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? കള്ളം പറയുമ്പോൾ നമ്മൾ വിതയ്ക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അവ്യക്തതയാണ്. അവ്യക്തത വിതച്ചാൽ നമുക്കറിയാം അവ്യക്തതയാണ് കൊയ്യുക. ആൻഡ് ഇൻ റിട്ടേൺ നമുക്ക് സഫറിങ്സ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഈ ലൈഫിൽ സഫറിങ്സ് ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? കള്ളം പറയാതിരുന്നാൽ മതി. പ്രവർത്തികളിലൂടെ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യുക, കള്ളത്തരം കാണിക്കുക. കള്ളത്തരം കാണിക്കാതിരിക്കുക. നമുക്ക് ഇതിപ്പോ എല്ലാവർക്കും അറിയുന്നതാണ്. കള്ളത്തരം കാണിക്കരുത്, കള്ളം പറയരുത്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കള്ളം കാണിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയാ, എക്സാമിൽ കോപ്പി അടിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അത് നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്കറിയില്ല. നമ്മൾ നമ്മൾ എഴുതേണ്ട ടോപ്പിക് എന്താണെന്ന് നമുക്കറിയില്ല. ആ സമയത്ത് നമ്മൾ വേറൊരാളത് നോക്കി എഴുതുക, അല്ലെ വേറൊരാളോട് ചോദിച്ചിട്ട് എഴുതാന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു കാര്യമല്ല. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ? കള്ളത്തരാണ് കാണിക്കുന്നത്. അതൊന്നും ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മള് സത്യം പറയാന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്താ പറയാ, ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എല്ലാവരും പറയേണ്ട ഒരു കാര്യമാണ് സത്യം മാത്രം പറയും. എന്തൊക്കെ സംഭവിച്ചാലും സത്യം പറയാ. സത്യം പറയുമ്പോൾ നമ്മൾ വ്യക്തതയാണ് വിതയ്ക്കുന്നത്. സത്യം പറയാന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഇപ്പൊ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പാരന്റ്സിനോട് കള്ളം പറയാതിരിക്കുക. കാരണം നമുക്കറിയാം നമ്മൾ ഈ വ്യക്തത വിതച്ചാലേ വ്യക്തത കൊയ്യുള്ളൂ. നമ്മൾ ഈ ഓരോ തവണ കള്ളം പറയുന്ന സമയത്തും നമ്മൾ ഇതിങ്ങനെ അവ്യക്തത ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ നല്ല ബ്രൈറ്റ് ആയിട്ട് കിടക്കേണ്ട, നമ്മൾ നല്ല ലക്ഷറിയസ് ആയിട്ട് ഹാപ്പി ആയിട്ട് നല്ല റിലേഷൻഷിപ്പിൽ നല്ല രീതിക്ക് സമാധാനത്തോടെ ജീവിക്കുന്ന ലൈഫിലായിരിക്കും ഈ അവ്യക്തത നമ്മൾ പണ്ട് വരച്ചത് തിരിച്ചു വരിക, ഓരോ സഫറിംഗ് ആയിട്ട്. നമ്മൾ ആരും അതിനെ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്യാ? സത്യം പറയാ, കള്ളം പറയാതിരിക്കുക. ഈ കള്ളം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു നൈറ്റ് ഡ്രൈവ് പോവാതിരിക്കാം. ഒരു കാറിൽ രാത്രി പോവാണ്. ഇപ്പോ നല്ല ഇരുടുള്ള വഴിയാണ്, ചുരമൊക്കെ ആണെങ്കിൽ രാത്രിയാണ്, വഴിയിൽ നിറച്ച് കുണ്ടുണ്ട്, കുഴിയുണ്ട്, കല്ലുണ്ട്, മുള്ളുണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്.
നമ്മള് ആകെ നമുക്ക് കിട്ടുന്ന വെളിച്ചം എന്ന് പറയുന്നത് എന്താ? വണ്ടീന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ തവണ കള്ളം പറയുമ്പോഴും എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ഫോർ സേ ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഒരു 100 വോൾട്ട് അല്ലെങ്കിൽ ഒരു 200 വോൾട്ടാന്നൊക്കെ പറയാം. ഇപ്പൊ 100 വോൾട്ട് ഉള്ള ഈ ഒരു ലൈറ്റ് ഹെഡ്ലൈറ്റ് നമ്മൾ ഓരോ തവണ കള്ളം പറയുമ്പോഴും എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ഒരു 10 വോൾട്ട്, ഒരു 5 വോൾട്ട്, ഒരു 2 വോൾട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും. അതായത് നമ്മൾ ഓരോ ഒരു തവണ ഞാനിപ്പോ ഒരാളോട് കള്ളം പറഞ്ഞു. അപ്പൊ ആ ബ്രൈറ്റ്നസ് എന്താവും? 10 വോൾട്ട് കുറയും. പിന്നെ ഒരാളോട് പറയുമ്പോൾ ഒരു 5 വോൾട്ട് കുറയും. പിന്നെ ഒരു 10 വോൾട്ട്, പിന്നെ ഒരു 5 വോൾട്ട്. ഇതിങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ നമുക്കെന്താവും? ആ ലൈറ്റ് ഡിമ്മായി വരും. നമ്മളെന്താ പറഞ്ഞെ, ഈ ഡിമ്മായിട്ട് വരുന്നത് സഫറിങ്ങിന് കോസ് ചെയ്യും. അതായത് ഡിമ്മായിട്ട് ലൈറ്റ് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാല് നമുക്ക് മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റൂല. അപ്പൊ നമ്മളെന്താവും? വണ്ടി ഓടിച്ചു പോകുന്ന വഴിക്ക് ചിലപ്പോ കുണ്ടിൽ ചാടും, കുഴിയിൽ ചാടും, മുള്ള് തട്ടും, കല്ല് തട്ടും. നമ്മളെ ലൈഫ് ഇതുപോലെ തന്നെയാണ്. ഒരിക്കലും നമ്മള് സത്യം പറയ എപ്പഴും. കള്ളം പറയാതെ തന്നെ ഇരിക്ക. അത് എന്തൊക്കെ സംഭവിച്ചാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മള് ചിന്തിക്കുക മാക്സിമം ഇപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ കള്ളം പറയുന്നേ? അതിനെപ്പറ്റി അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ നമ്മള് പലപ്പോഴും പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മള് ചിലപ്പോ ഫ്രണ്ട്സിനിടയില് ചിലപ്പോ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പം തമാശയ്ക്ക് വേണ്ടി പറയാ, അല്ലെങ്കിൽ ചിലപ്പം എക്സാജറേറ്റ് ചെയ്ത് പറയാ. ഇതൊക്കെ പറയുന്നതൊക്കെ കള്ളാണ്. നമ്മളൊരു കാര്യത്തിനെ 100% ട്രൂ ആയിട്ടുള്ള കാര്യം, അത് എത്ര പെർസെന്റേജ് 100ല് കുറച്ച് എത്ര പെർസെന്റേജ് നമ്മള് പറയാണോ അതൊക്കെ കള്ളത്തരം തന്നെയാണ്. കള്ളത്തരം പറയാന്ന് പറയുമ്പോ ഒരിക്കലും പാരന്റ്സിനോട് ഒരിക്കലും കള്ളം പറയാതിരിക്കുക. കുട്ടികള് പാരന്റ്സിനോട് അധികവും ഇപ്പം കള്ളം പറയുന്ന ഒരു സാഹചര്യം എന്താന്ന് വെച്ചാല്, ചിലപ്പം കുട്ടികളിപ്പം എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു തെറ്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് പാരന്റ്സിന്റെ അടുത്ത് വന്നിട്ട് സത്യം പറയാതിരിക്കുക. അപ്പൊ സത്യം പറയുകയാണെന്നുണ്ടെങ്കില് പാരന്റ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, അവരെ ജസ്റ്റ് റിലീസ് ചെയ്യുക. കുട്ടി എന്തോ കാണിച്ചോട്ടെ, എന്ത് തെറ്റാണ്, എന്ത് കുരുത്തക്കേടാ കാണിച്ചതെന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലാസ്റ്റ് ആ കുട്ടി വന്നിട്ട് പറയാണ്, അച്ഛ, അമ്മ ഇതാണ് സംഭവിച്ചത്, ഇത് എന്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്, ഇങ്ങനെയാണ് സംഭവിച്ചത്. ആ കുട്ടി സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ജസ്റ്റ് റിലീസ് ചെയ്തേക്കുക. ആ കുട്ടീനോട് പറയാ, അതായത് നീ ചെയ്തത് തെറ്റാണ്, പക്ഷെ നീ ഇപ്പൊ സത്യം പറഞ്ഞത് കൊണ്ട് നിന്നെ റിലീസ് ചെയ്തു. പിന്നെ ആ കുട്ടീനെ വഴക്ക് പറയാനോ അടിക്കാനോ ചീത്ത പറയാനോ പോവാതിരിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ മൈൻഡിൽ ഉണ്ടാകുന്നത് എന്താന്ന് വെച്ചാല്, ഓക്കെ, എന്തൊക്കെ സംഭവിച്ചാലും കള്ളം പറയാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ഒരിക്കലും കള്ളത്തരം പറയാൻ പാടില്ല എന്ന് ചെറുതാമ മുതലേ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് വലുതാകുമ്പോ കള്ളം പറയാൻ പറ്റൂല, അല്ലെ നമുക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റൂല. എത്ര നമ്മൾ ആരൊക്കെ ഫോഴ്സ് ചെയ്താലും നമുക്ക് കള്ളം പറയാനോ കാണിക്കാനോ ഒരിക്കലും പറ്റൂല. അതുപോലെ തന്നെയാണ് പാരന്റ്സ് കുട്ടികളോട് പറയുന്നത്. പാരന്റ്സ് കുട്ടികളോട് പറയുന്നത് നമുക്ക് അറിയാം. ചിലപ്പോൾ ചെറിയ മക്കളെയൊക്കെ, ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഇപ്പൊ കുഞ്ഞു മക്കൾ ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരാ വയസ്സിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പെട്ടെന്നാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുക. ഇപ്പൊ ഇന്നാള് ഞാനൊരു ദിവസം ഒരു കുട്ടീനോട് പനക്കീലയിലുള്ള ഒരു ചെറിയ കുട്ടിയാ. അപ്പൊ ആ കുട്ടീനോട് എന്റെ ഒരു ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞതാ. അപ്പൊ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു കളർ മെൻഷൻ ചെയ്തു. ഇന്ന കളറാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞത്, 2 കൊല്ലം മുന്നേ ഞങ്ങളെല്ലാരും കൂടി പോയ ഒരു സ്ഥലത്ത് ഞാൻ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സല്ലേ ചേച്ചി ഇടുന്നേ? ആ ഡ്രസ്സല്ലേ ഈ പറഞ്ഞേന്ന് എന്നോട് ചോദിച്ചേ. അപ്പൊ എനിക്ക്ന്ന് പറയുമ്പോ എനിക്ക് പറ്റിയില്ല. ഞാൻ എന്നിട്ട് ഇരുന്നിട്ട് ഗാലറി തപ്പിയിട്ട് ആ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴാണ് ശരിയാ, ഞാൻ ആ ഡ്രസ്സാ ഇട്ടെ. ഈ കുട്ടികൾ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും അവര് എത്ര പെട്ടെന്നാ ഗ്രാസ്പ് ചെയ്യുന്നത്. നമ്മള് വിചാരിക്കുന്നതിനും അത്രയും സ്പീഡായിട്ട് അവർ ഓരോ കാര്യങ്ങളും നോക്കുന്നതും കാണുന്നതും ചെയ്യുന്നതൊക്കെ. ഇത് കുഞ്ഞു മക്കളുടെ അടുത്തൊക്കെ നമ്മൾ ചിലപ്പം പറയും, അവരെന്തേ വാശി പിടിക്കുകയാണെങ്കിൽ ഐസ്ക്രീം വാങ്ങിത്തരാ, അല്ലെങ്കിൽ മുട്ടായി വാങ്ങിത്തരാ, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരോട് ചിലപ്പം പറയുമ്പം അവരെപ്പോഴെങ്കിലും അത് കണ്ടുപിടിച്ചാൽ, അതായത് അച്ഛനും അമ്മയും ഒക്കെ ഇപ്പൊ എന്നോട് കള്ളം പറഞ്ഞു, എനിക്ക് ഇത് പറഞ്ഞിട്ട് വാങ്ങി തരുന്നില്ല. അപ്പൊ അവരെ മൈൻഡിൽ എന്താ ഉണ്ടാവുക? ഓക്കെ, കള്ളം പറയുന്നത് ഒരു പ്രശ്നമല്ല. ഈ ഒരു തോട്ട് കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പിന്നെ കള്ളത്തരം പറയുന്നത് ഒരു പ്രശ്നമല്ലാതായിട്ട് മാറും. ഒരിക്കലും പാരന്റ്സ് ഒന്നും അങ്ങനെ, എന്താ പറയാ, കുട്ടികളെ തമാശക്കാണെങ്കിൽ പോലും കുട്ടികളോട് പറയാതിരിക്കുക. ആൻഡ് കുട്ടികളും മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി പാരന്റ്സിനോട് ഒരിക്കലും കള്ളം പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തൊക്കെ സംഭവിച്ചാലും സത്യം മാത്രം പറയാ. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. എൻഡ് ഓഫ് ദ ഡേ അത് നമുക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. പാരന്റ്സിനോട് എപ്പളും സത്യം പറയാ. പിന്നെ സത്യം പറയുന്ന കാര്യം പറയുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പൊ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും, കള്ളം പറഞ്ഞാല് കണ്ണ് പൊട്ടിപ്പോവും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ. അത് സത്യാണ്. കള്ളം പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളീ പറഞ്ഞ പോലെ ഈ ഹെഡ്ലൈറ്റിന്റെ ലൈറ്റ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്.
ബ്രൈറ്റ്നസ് കുറയുന്നവരും ഉണ്ടാവും, നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല കാര്യത്തിന്. ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് നമ്മളെ സഫറിങ്സിലേക്ക് ലീഡ് ചെയ്യും. ഇതന്നെയാണ് സംഭവം. അപ്പൊ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പൊ സത്യം പറയണം എന്ന് പറയുന്നത് ഞാനിപ്പോ പറയുമ്പോ ഒന്നല്ല എല്ലാരും കേൾക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എപ്പോഴും എന്തൊക്കെ സംഭവിച്ചാലും സത്യം പറയണമെന്ന്. പക്ഷെ നമ്മൾ ചില ശീലങ്ങളാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ചില ശീലങ്ങളാണ് നമ്മളെങ്ങനെ കള്ളത്തരം പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ചില ശീലങ്ങൾ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ചില സിമ്പിൾ പ്രാക്ടീസസ് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രാക്ടീസ് ഒക്കെ ചെയ്തത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രാക്ടീസസ് ആണ് നമ്മൾ സ്കൂൾ ഓഫ് വെർച്യൂസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ കാര്യം പറയുന്ന സമയത്ത് സ്കൂൾ ഓഫ് വെർച്യൂസിൽ നമ്മൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സിമ്പിൾ പ്രാക്ടീസസും ടീച്ചിങ്സും ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ആ ഈ ടീച്ചിങ്സിന്റെ ഒക്കെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മളൊരിക്കലും നമ്മള് വലിയ എന്തോ ഒരു കാര്യം പഠിക്കാന്നുള്ള തോന്നൽ ഒരിക്കലും ഉണ്ടാവില്ല. ഈ കുഞ്ഞു കുഞ്ഞു പ്രാക്ടീസസിലൂടെ ഈ സത്യം പറയാന്നുള്ള നമ്മളിപ്പോ പറഞ്ഞ പോലത്തെ വെർച്യൂസ് ഉണ്ടല്ലോ, ബേസിക് വെർച്യൂസ് നമ്മളെ ലൈഫിന്റെ ഒരു പാർട്ടാവും. അപ്പൊ പിന്നെ നമുക്ക് വലുതാവുമ്പോ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഒരിക്കലും കള്ളം പറയാൻ പറ്റൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് എന്താവും? നമ്മളെ ലൈഫ് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും, സക്സസ്ഫുൾ ലൈഫ് ആയിരിക്കും, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി ഇതിനൊക്കെ? സത്യം പറഞ്ഞാൽ മതി. ഇനി അപ്പൊ ഓക്കെ, വ്യക്തത വിതയ്ക്കുക, ജീവിതം ശോഭനാവും, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. സ്കൂൾ ഓഫ് വെർച്യൂസിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സിമ്പിൾ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സെഷൻസും എല്ലാ മൊഡ്യൂൾസും റെഡി ആക്കിയിട്ടുള്ളത്. സ്കൂൾ ഓഫ് വെർച്യൂസ് 4 ബാച്ചസ് ആയിട്ടാണുള്ളത്. ഓക്കെ, നമ്മൾ ഈ നവംബർ 1 സാറ്റർഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ അത്. അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ 4 ബാച്ച് ആയിട്ടാണ് സ്കൂൾ ഓഫ് വെർച്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് വിങ്സ് ഓഫ് വിസ്ഡം, അതായത് ഫ്രം ഏജ് 5 to 9. ഈ 5 to 9 എന്ന് പറയുന്ന ഏജ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കുട്ടികൾ അത്രയും കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ അവര് ഭയങ്കരമായിട്ട് അവരിൽ ബുദ്ധി വളരുന്ന കാലമാണ്, അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന കാര്യമാണ്. ഈ ഒരു കാലത്ത് തന്നെ അവർക്ക് ഈ വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ ഈ വെർച്യൂസും അവർ ഈ സത്യം പറയുന്ന ശീലമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വലുതാകുമ്പോൾ അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് അവരുടെ നമ്മൾ ഡെയിലി റുട്ടീൻ ആയിട്ട് മാറും അവർക്ക്. പിന്നെ സെക്കൻഡ് ബാച്ച് ആണ് വിങ്സ് ഓഫ് കമ്പാഷൻ. വിങ്സ് ഓഫ് കമ്പാഷൻ എന്ന് പറയുന്നത് 10 to 13. 10 to 13 എന്ന് പറയുന്ന ഒരു ഏജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹയർ ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഈ നമ്മുടെ ഇമോഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു ഏജ് ആണ്. അപ്പൊ ആ ഒരു ഏജിൽ കുട്ടികൾക്ക് വേണ്ട പ്രാക്ടീസും കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ബാച്ചിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക. അവരെ കൂടുതൽ കമ്പാഷനേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അവരൊരു ടീനേജിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് അവരെ കൂടുതൽ ലവിങ് ആക്കാൻ വേണ്ടിയിട്ട് അവരെ കുറച്ചുകൂടി ഈ ഒരു വിങ്സ് ഓഫ് കമ്പാഷനിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് എന്തായാലും മനസ്സിലാവും നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ എങ്ങനെയാണ് ഒരാളോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് അവരുടെ ക്യാരക്ടർ തന്നെ ബിൽഡ് ചെയ്യുന്ന ഒരു ഏജ് ആണിത്. അപ്പൊ ആ ഒരു ഏജിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വിങ്സ് ഓഫ് കമ്പാഷൻ. പിന്നെ വിങ്സ് ഓഫ് ഫോർച്യൂൺ. വിങ്സ് ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ഏജസ് ഫ്രം 14 to 17 ആണ്. നമ്മൾ ഭയങ്കര കുറച്ച് ഒരു അഡോളസൻസ് കഴിഞ്ഞ് വരുന്ന ഒരു ഏജ് ആണ്. ആ ഒരു സമയത്തിൽ നമ്മൾ നമ്മളെ ഫ്യൂച്ചറിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. നമ്മളെ അംബീഷൻസ്, നമ്മൾ അംബീഷൻ എന്താണ്, നമ്മൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വിങ്സ് ഓഫ് ഫോർച്യൂൺ ഉണ്ടാകുന്നതാണ്. ക്ലബ് ഫോർച്യൂൺ എന്ന് പറയുന്നത് 18 and above. നമ്മളിപ്പോ പറഞ്ഞു നമ്മൾക്ക് ഇത്രയും കാലം നമ്മൾ എങ്ങനെയാ ജീവിച്ചത്, അല്ലെങ്കിൽ നമുക്ക് ഈ സത്യം പറയണം എന്നുള്ളത് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിനി ഡേ ടു ഡേ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക, നമ്മളതൊരു റുട്ടീൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇനിയുള്ള ലൈഫ് ഫുള്ള് എന്താ പറയാ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആയിരിക്കും. നമുക്ക് ഇനിയുള്ള ഓരോ ദിവസം എന്ന് പറയുന്നത് നമ്മളെ ഫ്യൂച്ചർ. അപ്പൊ നെക്സ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മളെ ഫ്യൂച്ചറാണ്. നമുക്ക് അതിൽ എന്താ സംഭവിക്കാന്ന് അറിയില്ല. അത്രയും നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചേഴ്സ് ഒക്കെ നമുക്ക് വണ്ടർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ പറ്റും. സോ ജോയിൻ ക്ലബ് ഫോർച്യൂൺ ഫോർ എ സക്സസ്ഫുൾ ലൈഫ്.
ക്ലബ് ഫോർച്യൂണൊക്കെ കുറച്ച് നമ്മൾ നേരത്തെ സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ ഒരു ബാച്ചൊക്കെ ഉണ്ടായിരുന്നു, വിങ്സ് ഓഫ് ഫോർച്യൂൺ, ക്ലബ് ഫോർച്യൂണിലൊക്കെ. അതിലൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഭയങ്കര എന്താ പറയാ, പറയാൻ പറ്റുന്നതിനേക്കാളും അത്രയും വലിയ അനുഭവങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരുണ്ട്. സോ ജോയിൻസ് സ്കൂൾ ഓഫ് പർച്ചേസ് ഫോർ എ ബ്രൈറ്റർ ഫ്യൂച്ചർ. സോ ഇന്ന് ഞാൻ ഇത്രേ പറയാൻ. ഓക്കെ, കറക്റ്റ് ആണേ. ഓക്കെ, സോ താങ്ക് യു. ആത്മാ നമസ്തേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആത്മാ നമസ്തേ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അത് മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. എന്തെങ്കിലും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെൻഷൻ ചെയ്യാം. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാം. ഞാൻ മൈക്ക് മ്യൂട്ടാക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ചാറ്റ് ബോക്സ് ഇല്ല, നീ ചോദിച്ചത്. താങ്ക് യു. എല്ലാവരും ചാറ്റ് ബോക്സിൽ കുറേ വിഷയമുണ്ട്. താങ്ക് യു. ഓക്കെ, സോ ക്ലാസ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ആണോ എന്നുള്ളത് നമ്മൾ അറിയിക്കും കേട്ടോ. ഓൺലൈൻ ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അതിന്റെ റെസ്പെക്റ്റീവ് ഗ്രൂപ്പിൽ സൂം സെഷൻസ് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയാം. നമസ്തേ. ആത്മാ നമസ്തേ. ക്ലാസ് വളരെ നന്നായിരുന്നു. Thank you. നല്ല ക്ലിയർ ആയിരുന്നു. അതായത് പറയുന്ന പോയിന്റ്സ് എല്ലാവർക്കും, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കവർ ചെയ്തത്. കവർ ചെയ്ത പോയിന്റുകളെല്ലാം തന്നെ എല്ലാവർക്കും വളരെ വിലപ്പെട്ടതാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. സ്ലൈഡ്സിലൊപ്പം മെൻഷൻ ചെയ്തതും വളരെ സിമ്പിൾ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. നന്നായിട്ട് മനസ്സിലായി. താങ്ക് യു. Thank you, Uncle. Namaste. നമസ്തേ. കുട്ടികള് നുണ പറയുമ്പോൾ റിലീസ് ചെയ്താൽ അവരതൊരു അവസരമായിട്ട് എടുക്കാൻ ചാൻസ് ഇല്ല. നുണ പറയുമ്പോൾ റിലീസ് ചെയ്യാന്നുള്ളതല്ല ഞാൻ പറഞ്ഞ. എന്താന്ന് വെച്ചാല് അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാല് നമ്മൾ അവരോട് പറയണം. ഒരിക്കലും അവരെ മെൻഷൻ ചെയ്യാതെ വിടണം എന്നല്ല. പക്ഷെ അവരെ നമ്മൾ നോർമലി പറയുന്നത്ര ഒരു ഇന്റൻസിറ്റിയിൽ ചീത്ത പറയോ വഴക്ക് പറയോ അടിക്കോ ചെയ്യാതെ അവരോട് ചോദിക്കുക, സത്യം എന്താന്ന് ചോദിക്കുക. അവര് സത്യം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാല് അവരെ റിലീസ് ചെയ്യുക. ലൈക്ക് അവരോട് പറയാ, ഈ സത്യം പറഞ്ഞത് കൊണ്ട് നിന്നെ റിലീസ് ചെയ്തു. അങ്ങനെ പറയുമ്പോൾ ആ കുട്ടീന്റെ മൈൻഡിൽ ഉണ്ടാവുന്ന എന്താന്ന് വെച്ചാല്, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സത്യം പറയണം. ആ സത്യം സത്യമാണ് ഏറ്റവും ബേസ്. അതായത് എന്താണെന്നുണ്ടെങ്കിലും ഞാൻ സത്യം പറയണം എന്നുള്ള ഒരു മൈൻഡ് ആ കുട്ടിയുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും. ഐ മീൻ ആ മൈൻഡിൽ എന്തായാലും ഉണ്ടാവും. ആൻഡ് അതുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടീന്റെ ലൈഫ് ബെറ്റർ ആണ്. ആ കുട്ടിക്ക് പിന്നെ സത്യം പറയാന്നുള്ളതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. സത്യം പറയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് എന്തൊക്കെയായാലും പാരന്റ്സിന്റെ അടുത്ത് വന്നിട്ട് സത്യം പറയുന്നതല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്. സത്യം പാരന്റ്സിന്റെ അടുത്തൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് അവർ വന്ന് എപ്പോഴും അവർക്ക് സത്യം പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം. ഒരിക്കലും അവർക്ക് പാരന്റ്സിന്റെ അടുത്ത് പോയി പറഞ്ഞാല് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആവും. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കേസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. അതായത് പാരന്റ് അവളോട് ഇങ്ങനെ അവൾ എന്തെങ്കിലും പോയി പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കൂല, അവളെ ഭയങ്കര ഡൗട്ടാണ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി പുറത്ത് ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഇവള് പറയും, എന്റെ അച്ഛൻ വീട്ടിലില്ല, അച്ഛൻ നെക്സ്റ്റ് വീക്ക് പുറത്തു പോകും, ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം, അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തു പോകാന്ന് പറയും. അങ്ങനെ ഒരു ഇഷ്യൂ ആ ഒരു വീട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, ഞാൻ പാരന്റ്സിനെ കുറ്റം പറയല്ല, പക്ഷെ ആ കുട്ടീനോട് കുറച്ചും കൂടി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഇരിക്കണം, അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സത്യം പറഞ്ഞിട്ട് തന്നെ അവർക്ക് പുറത്തു പോകാനുണ്ടായിരുന്ന ഒരു ചാൻസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ and
പിന്നെ ആ ഒരു കുട്ടി സത്യം പറയാണ്. ആ കുട്ടിക്ക് എന്ത് സർക്കംസ്റ്റൻസ് ഉണ്ടായാലും സത്യം പറയാനുള്ള ഒരു ഇത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ധൈര്യം ആ കുട്ടിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ആ കുട്ടീന്റെ ലൈഫ് പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതത്രയും പിന്നെ ആ കുട്ടി അങ്ങനെ ഒരു ക്രൈം ചെയ്യൂല, അങ്ങനെ ഒരു തെറ്റ് ചെയ്യൂല ആ കുട്ടി. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ആരെയെന്ന് ചോദിച്ചാൽ ഞാനൊരു വിനീത ആന്റി, അത് ക്ലിയർ ആണോ? ഓക്കെ ആന്റി, താങ്ക് യു, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? വേറെ ആർക്കും ഒരു ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? റെജീന ആന്റി. ആത്മ നമസ്തേ. എന്തായാലും നമുക്ക് ഇതുപോലെ ഏറ്റവും നല്ലൊരു ക്ലാസ് വളരെ വ്യക്തതയോടെ നമുക്ക് ക്ലാസ് ചെയ്തു തന്ന നമുക്ക് ഈ ഒരു ക്ലാസ് പങ്കെടുക്കാൻ പറ്റിയതിന് ആദ്യമായി ടീച്ചറിനോട് നന്ദി പറയുന്നു. അതുപോലെ നമുക്കറിയാം നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ ഇത്രയും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ചൊവാക്കോക്സിയുടെ ടീച്ചിങ്ങിന്റെ ബേസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വ്യക്തമായിട്ട് എല്ലാ ക്ലാസ്സുകളും മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് മാസ്റ്ററോട് വളരെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ സോഹം സ്കൂൾ ഓഫ് വെർച്യൂസ് ഇതേപോലെ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കാരണക്കാരനായ ബിജു സാറിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ സോഹം എല്ലാ ട്രസ്റ്റീസിനോടും എല്ലാ ടീച്ചേഴ്സിനോടും നന്ദി പറയുന്നു. അതേപോലെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കറിയാം എന്താണ് നമ്മുടെ ജീവിതത്തില് നമ്മുടെ ബ്രൈറ്റ് നമ്മൾ പ്രകാശിക്കുന്ന തടസ്സമായി നിൽക്കുന്നത് എന്താണെന്ന് അത് വ്യക്തമായിട്ട് ഹരിനന്ദന നമുക്ക് പറഞ്ഞു തന്നു. വളരെ ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കി തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതേപോലെ എന്താണ് അതിന് തടസ്സമായി നിൽക്കുന്നത്, സഫറിങ്സ് എങ്ങനെയാണ് വരുന്നത്, അതേപോലെ ആ സഫറിങ്സ് ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ സത്യം എന്തിനാണ് പറയുന്നത്, കളവ് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് വളരെ ഇങ്ങനെ കുറഞ്ഞ് ഡിമ്മായി പോകുന്ന മോഡ് വളരെ കറക്റ്റ് ആയിട്ട് ഹരിനന്ദന പറഞ്ഞു തന്നു. അതിന് പ്രത്യേക സ്പെഷ്യൽ ആയിട്ട് നന്ദി പറയുന്നു. അങ്ങനെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു സംശയങ്ങൾ പോലും ഹരിനന്ദനക്ക് കൃത്യമായിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായും വളരെ നന്ദി പറയും. താങ്ക് യു. അതേപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഓഫ് വെർച്യൂസിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 4 സെഷനായിട്ടാണ് നടക്കുന്നത്. ഈ നവംബർ 1 ലോഞ്ച് ചെയ്യാണ്. നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ ഈ പറഞ്ഞ 4 ക്ലാസ്സുകളിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ചെറിയ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തില് ബ്രൈറ്റ് ആവുകയാണ്. എന്താണ് ഒബ്സ്ട്രക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ ഓരോ ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും രജിസ്റ്റർ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ. നവംബർ 1 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എല്ലാവരോടും ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ആത്മ നമസ്തേ. താങ്ക് യു ആന്റി. ആത്മ നമസ്തേ.